എല്ലാവർക്കും സെക്യൂർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സെയിം സിലബസ് തന്നെയാണ് ഈ വർഷവും. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് എന്തുണ്ടായിരുന്നോ അതേ സെയിം കണ്ടന്റ് തന്നെയാണ് ഈ വർഷത്തെ സിലബസിന്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സെയിം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ. ഇതിൽ വെയിറ്റേജ് ഏറ്റവും കൂടുതൽ ഉള്ളത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മെന്റൽ എബിലിറ്റി, അരിത്തമെറ്റിക്, റീസണിങ്ങിനാണ് 20 മാർക്ക്, പിന്നെ ഇംഗ്ലീഷിന് 20 മാർക്ക്, പിന്നെ മലയാളത്തിന് 10 മാർക്ക്. അങ്ങനെ ഇത് മൂന്നും കൂട്ടിയാൽ തന്നെ നമുക്ക് 50 മാർക്സിന്റെ അച്ചീവ് ചെയ്യാൻ പറ്റും. 50 മാർക്സ് നമുക്ക് ഈ 3 സബ്ജക്റ്റും പഠിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഈ 50 മാർക്കിൽ ഒരു 40 മാർക്കെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. പിന്നെ അടുത്തത് ഹിസ്റ്ററി 10 മാർക്ക്. ഹിസ്റ്ററിനകത്ത് കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ഇവ 10 മാർക്ക്. നമ്മൾ 70 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇത് തന്നെയുണ്ട്. അതായത് ഹിസ്റ്ററി, പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക്, പിന്നെ മെന്റൽ എബിലിറ്റി, റീസണിങ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10. ഓക്കെ. പിന്നെ ഇന്ത്യൻ പോളിറ്റി, അതായത് സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റും ഇത് രണ്ടും കൂടെ ഓരോന്ന് 5-5 മാർക്ക്, രണ്ടും കൂടെ ഒരുമിച്ച് 10 മാർക്സിന്റെ സിലബസ് ഉണ്ട്. പിന്നെ ജോഗ്രഫി 5. 5 മാർക്കുള്ള ജോഗ്രഫിയിൽ നമുക്ക് ജോഗ്രഫിയുടെ ബേസിക്സ്, പിന്നെ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ബേസിക് ആയിട്ടുള്ള എക്കണോമിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നമുക്കത് നോക്കാം. ഹിസ്റ്ററി 10 മാർക്കിന്റെ ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. പിന്നെ അടുത്തത് ജോഗ്രഫി. ജോഗ്രഫി 5 മാർക്കിനകത്ത് നമുക്ക് ആദ്യം ജോഗ്രഫിയുടെ ബേസിക്സ് ആണ് ഉള്ളത്. ജോഗ്രഫിയുടെ ബേസിക്സ് പഠിക്കാനുണ്ട്, പിന്നെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട്, പിന്നെ കേരള ജോഗ്രഫി. ഇവയെല്ലാം കൂടെ കൂട്ടി 5 മാർക്കിന്റെ സിലബസ് ആണത്. പിന്നെ എക്കണോമിക്സിനകത്ത് അതും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ നമുക്ക് പ്ലാനിങ് കമ്മീഷൻ, നീതി ആയോഗ്, പിന്നെ 5 ഇയർ പ്ലാൻസ് എല്ലാം പഠിക്കണം. പിന്നെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് റിസർവ് ബാങ്ക്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പിന്നെ ബഡ്ജറ്റ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഫിസ്ക്കൽ പോളിസി, പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് ആണ് കിട്ടുക. പിന്നെ അടുത്തത് സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും. സിവിക്സിനകത്ത് ഇ ഗവേണൻസ്, പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസ്, ബ്യൂറോക്രസിയെ കുറിച്ചും പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ലോക്പാൽ, ലോകായുക്ത, പിന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതിന്റെ ആക്ടും റൂൾസും, പിന്നെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ലാൻഡ് റിഫോംസ്, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ. അതായത് ബേസിക്കലി നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചും പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ സിവിക്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അത് 5 മാർക്കാണ്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, അത് 5 മാർക്കിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതിനൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് ലക്ഷ്മികാന്ത് ഫോളോ ചെയ്താൽ മതി.
പിന്നെ ആർട്ട്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അതായത് സ്ഥലങ്ങള്, കലയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങള്, സ്ഥാപനങ്ങള്, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, ഇവയൊക്കെ. പിന്നെ കായികം, ഇതിൽ പ്രധാന അവാർഡുകള്, ട്രോഫികൾ, പിന്നെ പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, പിന്നെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു ടേം തന്നിട്ട് അത് ഏത് സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഒളിമ്പിക്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ, പിന്നെ പ്രധാന വേദികൾ, രാജ്യങ്ങൾ, വേദികളൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, പിന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. പിന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്. ഇവരുടെ വേദികള്, രാജ്യങ്ങൾ, ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ. പിന്നെ നാഷണൽ ഗെയിംസ്, ഗെയിംസിന്റെ ഇനങ്ങൾ, മത്സരങ്ങൾ, നേട്ടങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേട്ടങ്ങൾ, പിന്നെ പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ഈ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് ഒക്കെ അതിന്റെ വേദി, ഓക്കെ, ഇന്ന വർഷം കൊടുത്തിട്ട് ആ വർഷത്തെ വേദി ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ ഓർ വിനോദങ്ങൾ, പിന്നെ സാഹിത്യ പ്രസ്ഥാനങ്ങള്, ആദ്യ കൃതികൾ, കർത്താക്കൾ, പിന്നെ എഴുത്തുകാര്, അവരുടെ തൂലിക നാമങ്ങൾ, അപരനാമങ്ങൾ, പിന്നെ പ്രധാന കൃതികളുടെ കർത്താക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് കഥാപാത്രങ്ങൾ, കൃതികൾ, ഒരു കഥാപാത്രം പറഞ്ഞിട്ട് അത് ഏത് കൃതിയിലാണ് ഈ കഥാപാത്രം ഉള്ളത്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രശസ്തമായ വരികള്, കൃതികൾ, എഴുത്തുകാർ, പിന്നെ ബഹുമതികള് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പിന്നെ ജ്ഞാനപീഠം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നായികക്കല്ലുകൾ, ദേശീയ അവാർഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ സംസ്കാരം, കൾച്ചർ, അതായത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആ ആഘോഷവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇതിലെല്ലാം നമ്മൾ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും കറണ്ട് അഫയേഴ്സ്, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ കറണ്ട് അഫയേഴ്സ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെ അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അത് 5 മാർക്കാണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ ബേസിക്സ് ആണ്. ഹാർഡ്വെയറിനെ കുറിച്ച്, സോഫ്റ്റ്വെയറിനെ കുറിച്ച്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, IT ആക്ടും അതർ ലോസും, അത് അവയർനെസ് ലെവൽ, ബേസിക് ആയിട്ടുള്ള ഒരു ലെവലില്. പിന്നെ അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അത് 5 മാർക്ക്. ഇതും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ഏരിയയിലും. നമ്മൾ സ്പേസ്, ഡിഫൻസ്, എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി, എൻവയൺമെന്റൽ സയൻസ്. പിന്നെ അടുത്ത മെന്റൽ എബിലിറ്റിയും അർത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. അപ്പൊ ഇത്
വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം 20 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് ഉള്ളത്. ഇത് 10 മാർക്ക് മെന്റൽ എബിലിറ്റിയും 10 മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക്കും അങ്ങനെയാണ്. പിന്നെ അടുത്തത് ജനറൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഗ്രാമർ 10 മാർക്കും വൊക്കാബുലറി 10 മാർക്കും. പിന്നെ മലയാളം, അതും 10 മാർക്കിനാണുള്ളത്. ഓക്കെ, അപ്പം സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 50 മാർക്കിന്റെ ഈ 3 ടോപ്പിക് അത് വളരെയധികം ഇമ്പോർട്ടന്റ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയും കൂടിയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു.